2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ കോൺഗ്രസ് ടീം പുനഃസംഘടിച്ചിരിക്കുകയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ബിജെപിക്കെതിരെ ആവേശകരമായ പോരാട്ടത്തിന് ഈ നേതൃത്വം പ്രചോദനമാകും. കോൺഗ്രസിന് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ശ്രമം. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹിമാചൽ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ഊർജിതമാക്കി. യുപിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പല നേതാക്കളും പ്രിയങ്കയെ നിർബന്ധിക്കുന്നുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശിൽ നിന്നും ഒഴിവാക്കിയത് BRSനെ പുറത്താക്കിയ തെലങ്കാനയിൽ നിന്നും മത്സരിപ്പിക്കാനാണെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ അധിക ചുമതല ഏൽപ്പിച്ചതിൽ നിന്നും പ്രിയങ്കയ്ക്ക് തെലങ്കാനയിൽ നിന്നും തെരഞ്ഞെടുപ്പ് രംഗത്തിറക്കാൻ കഴിയുമെന്നതിന്റെ സൂചനയാണ്. തെലങ്കാനയിലെ പ്രവർത്തനത്തിലുള്ള പ്രതിഫലമായാണ് ദീപാദാസ് മുൻഷിയെ AICC ജനറൽ സെക്രട്ടറിയായി ഉയർത്തിയത്. പ്രത്യക്ഷത്തിൽ അവരുടെ അടിത്തറയും അജോയ് കുമാറിന്റെ ബാക്ക്റൂം മാനേജ്മെന്റും പാർട്ടിയുടെ വിജയത്തിന് നിർണായകമായി. രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമായ കേരളം കൈകാര്യം ചെയ്യാനുള്ള ചുമതലയും ദീപാദാസ് മുൻഷിയെ ഏൽപ്പിച്ചതിന്റെ കാരണവും അതുതന്നെയാണ്. രാഹുൽ ഗാന്ധി രണ്ടാമത്തെ ഓപ്ഷനായി തമിഴ്നാട്ടിൽ നിന്ന് മത്സരിക്കുമെന്ന ചർച്ചകൾക്കിടെയാണ് മുൻ ജാംഷഡ്പൂർ MP അജോയ് കുമാറിന് തമിഴ്നാടിന്റെ ചുമതല നൽകിയത്. രാഹുലിനോ പ്രിയങ്കയ്ക്കോ ചേരുന്ന തരത്തിലാണ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തതെങ്കിലും കേരളത്തിലെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ മഹാരാഷ്ട്രയും ഗോവയിൽ നിന്നുള്ള ഗിരീഷ് ചോദങ്കറിന് ത്രിപുര, നാഗാലാൻഡ്, സിക്കിം, മണിപ്പൂർ തുടങ്ങിയ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും ചുമതല നൽകി. മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും ചേർന്ന് തയ്യാറാക്കിയ ഈ ടീമാണ് 2024 മെയ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതിനാൽ പുനഃസംഘടന ഗുണം ചെയ്യുമെന്ന് വൃത്തങ്ങൾ പറയുന്നു. ആന്ധ്രാപ്രദേശ് പോലുള്ള ബാലികേറ മലയിലും കോൺഗ്രസ് കൂടുതൽ ശക്തമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പുനഃസംഘടന വഴി നേതൃത്വം ലക്ഷ്യമിടുന്നത്.